പള്ളിയിൽ വരും. ഇമാമ് സുജൂദിലാണ് എങ്കിൽ ഇമാമിനെ സുജൂദിൽ തുടരൂല. പിന്നെയോ ഇമാം എഴുന്നേറ്റ് വരാൻ കാത്തു നിൽക്കും. ഇമാം റുക്കോയിലാണ് എങ്കിൽ റുക്കോ കഴിഞ്ഞ്, എഴുത്തിദാല് കഴിഞ്ഞ്, സുജൂദ് കഴിഞ്ഞ്, ജിൽസത്ത് കഴിഞ്ഞ്, പിന്നെ സുജൂദ് കഴിഞ്ഞ് പിന്നെ വരാൻ വെയിറ്റ് ചെയ്യും. ഈ രീതിയിൽ അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? ഫമാ അദ്റക്തും ഫസല്ലു വമാ ഫാതകും ഫഅതിമു. എന്താണോ ഇമാമിന്റെ കൂടെ നിങ്ങൾ കണ്ടെത്തിയത് അത് ഉടനെ നിസ്കരിക്കുക. എന്താണ് നിങ്ങൾക്ക് ഇമാമിനോടൊപ്പം നഷ്ടമായത് അത് പിന്നെ നിങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇമാം ഏതൊരു ഹാലിലാണ് നമ്മൾ പള്ളിയിൽ വരുമ്പോൾ ആ ഹാലിൽ നമ്മൾ തുടരുക എന്നുള്ളതാണ്. ചില ആളുകൾ ഇമാം ഒടുക്കത്തെ തശഹൂദിലാണ് എങ്കിൽ, ഒടുക്കത്തെ അവസാനത്തെ തശഹൂദിലാണ് എങ്കിൽ തശഹൂദിൽ തുടരാതെ വേറെ ജമാഅത്ത് ഉണ്ടാക്കാൻ വേണ്ടി കാത്തു നിൽക്കും. അതും പാടുള്ളതല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താ? ഫമാ അദ്റക്തും ഫസല്ലു എന്നാണ്. ഇമാമിന്റെ കൂടെ എന്താണ് നിങ്ങൾ കണ്ടെത്തിയത് അത് നിങ്ങൾ നിസ്കരിക്കുക എന്നുള്ളതാണ്. അത് ഒടുക്കത്തെ തശഹൂദ് ആണെങ്കിലും ശരി, അത് ഇവിടെ മനസ്സിലാക്കേണ്ടതാണ്. ഇതേപോലെ ചിലർ ഇമാമിനെ നിസ്കാരത്തിൽ കണ്ടെത്താൻ വേണ്ടി വരുമ്പോൾ ധൃതിയിൽ വേഗത്തിൽ വരുന്ന അവസ്ഥ, ഓടി വരുന്ന അവസ്ഥ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കർക്കശമായി ഉണർത്തിയൊരു വിഷയമാണ്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? നിങ്ങൾ നമസ്കാരത്തിന് വരുമ്പോൾ അലൈക്കും ബിസ്സക്കീനത്തി വൽ വഖാർ, നിസ്കാരത്തിൽ ഓടിക്കതിച്ച് വരാൻ പാടുള്ളതല്ല. സക്കീനത്ത് ഉണ്ടാകണം. സക്കീനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അടക്കവും ഒതുക്കവുമാണ്. വഖാർ എന്ന് പറഞ്ഞാൽ എന്താ? സാവകാശാണ്. മണ്ടിപ്പാഞ്ഞു വന്ന് ഇമാമിനെ തുടരുക എന്നുള്ള അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടുള്ളതല്ല. അങ്ങനെ വന്നാൽ നമസ്കാരത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ഖുശൂ. ആ ഖുശൂഇനെ ഹനിക്കുന്ന ഏർപ്പാടാണത്. അതുകൊണ്ട് തന്നെ ഓടി വന്ന് നമസ്കരിക്കുന്നവർ നോക്കൂ നിങ്ങൾ, പിന്നീട് അവർ നിർവഹിക്കുന്ന റുക്നുകൾ, റക്അത്തുകളൊക്കെയും അവർ കതച്ചുകൊണ്ടായിരിക്കും, മനസാന്നിധ്യമില്ലാതെ ആയിരിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ലാ തഅതൂന സ്വലാ വഅൻതും തസ്ഔൻ, ഒരിക്കലും ഓടിപ്പാഞ്ഞ് നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരരുത്. നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരേണ്ടത് എങ്ങനെയാണ്? ഫഅതുഹാ വഅൻതും തംശൂൻ, നിങ്ങൾ നടന്നുകൊണ്ടാണ് നമസ്കാരത്തിന് വരേണ്ടത് എന്നാണ്. അപ്പൊ സക്കീനത്തോടുകൂടി, വഖാറോടുകൂടി, അടക്കത്തിൽ, ഒതുക്കത്തിൽ, സാവകാശത്തിൽ നടന്നുകൊണ്ടാണ് നമസ്കാരത്തിന് വരേണ്ടത്. അതില്ല എങ്കിൽ നമസ്കാരത്തിന്റെ ഖുശൂ, അതാണല്ലോ പറഞ്ഞത്, വല്ലദീനഹും ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. വിജയിച്ചവർ ആരാ? നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവർ എന്നാണ്. ഖുശൂ മനസ്സിന്റെ ഒതുക്കത്തിൽ, മനസ്സിന്റെ സാവകാശത്തിൽ, സമാധാനത്തിൽ, അള്ളാഹുവിനോടുള്ള പ്രതീക്ഷയിൽ, പേടിയിൽ നിർവഹിക്കപ്പെടുന്ന അവസ്ഥയാണ്. അതാണ് ഖുശൂ. അതിനെ ഹനിക്കുന്ന, അതിന് ഭംഗം വരുന്ന രീതിയിലുള്ള പരിപാടികൾ നിസ്കാരത്തിൽ പാടുള്ളതല്ല. അതിലൊന്നാണ് ഈ ഓടി വരവ്. മറ്റൊന്നാണ് അതിൽ ഖുശൂഇനെ ഹനിക്കുന്ന മറ്റൊന്നാണ് നമസ്കാരത്തിലെ അധികരിച്ച ചലനങ്ങൾ. നമസ്കാരത്തിൽ അധികരിച്ച ചലനങ്ങൾ നമസ്കാരത്തിൻ്റെതായ ചലനങ്ങളല്ല, നമസ്കാരത്തിന്റെ മേന്മക്ക് പറയപ്പെട്ട ചലനങ്ങളല്ല. പ്രത്യുത നമസ്കാരത്തിൽ അനാവശ്യ ചലനങ്ങൾ. പലരും നമസ്കാരത്തിലെത്തിയാലായിരിക്കും വസ്ത്രങ്ങളൊക്കെ ശരിപ്പെടുത്തുക, ബാക്കി ഇട്ടു തീർക്കേണ്ട ബട്ടൺസുകളൊക്കെ, അതേപോലെ തന്നെ കെഫൊക്കെ ശരിയാക്കി, ശിരോവസ്ത്രമൊക്കെ ശരിയാക്കി, ഉടുമുണ്ട് തിരക്കിലെടുത്തായിരിക്കും. അതൊക്കെ വന്ന് നിസ്കാരത്തിൽ വന്നതിന് ശേഷമായിരിക്കും ഒന്ന് നേരാക്കി എടുക്കണ അവസ്ഥ. അതൊരു തമാശ വർത്തമാനമല്ല, അതൊരു വസ്തുതയാണ്. പലരുടെയും വിഷയത്തിൽ അത് വളരെ കൃത്യവുമാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മുനാജാത്തിനാണ് നിസ്കാരത്തിൽ കൈകെട്ടുന്നത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയോടുള്ള ആ സംസാരത്തിൽ എന്തൊക്കെ ഗോഷ്ഠികളാണ്, എന്തൊക്കെ അല്പതരങ്ങളാണ് ഒരു നമസ്കരിക്കുന്ന വ്യക്തിയിൽ നിന്ന് വന്ന് ഭവിക്കുന്നത്. അല്ലാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. അതുകൊണ്ടാണ് നമസ്കാരം കൃത്യാകാത്തത്. നമസ്കാരം അതിന്റെ ഫലം ആളുകളിൽ സമ്മാനിക്കാത്തത്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.